ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പം ഞാനും മിഷലും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ ആടുകൾ ഇതേ വിശന്നിട്ട് വന്നിട്ട് വിളിക്കണേണ് ആ കാണുന്നത്. ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് വിളിക്കുന്നുണ്ട്, എത്തി നോക്കണുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഉസ്മാൻകുട്ടൻ ഓടിപ്പോയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ആൾ അയച്ചു വിട്ടപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നാസ്ത ഞാൻ എന്തായാലും പുറത്ത് നട്ട മേടിച്ചത്, ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ ഇറച്ചിക്കറി വെച്ചായിരുന്നു. അപ്പോൾ നാസ്ത പുറത്തുനിന്ന് മേടിച്ച് അരിപ്പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറച്ചിക്കറിയും കൂട്ടി കഴിക്കണതാണ്. അപ്പോൾ ബീഫ് അങ്ങനെ കൂട്ടൂല, എന്നാലും അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് ഇടുമായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കണുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ നോക്കിയെടുക്കണേണ്. ബീഫ് 2 കഷ്ണം എടുത്തായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് നോക്കിയപ്പോൾ ഇശലെല്ലാം എടുത്തോണ്ട് പോയിട്ടാ. അപ്പോൾ ആളവിടെ ഇരുന്ന് കഴിക്കണുണ്ട്. അപ്പോൾ ആളും അരിപ്പത്തിരിയാണ് എടുത്തേക്കണത്. അപ്പോൾ ദേഷ്യല് കണ്ട ഞാൻ മുഖം കാണിച്ചപ്പോൾ തന്നെ ആൾ മുഖം മറിച്ചേക്കണ നാണം കൊണ്ട്. ഞാനിപ്പോൾ എപ്പോൾ വീഡിയോ എടുത്താലും ഇങ്ങനെ നാണം കൊണ്ട് മുഖം ഇങ്ങനെ മറക്കും. ഉമ്മച്ചിടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ രാവിലെ തന്നെ അതാണ് ലോലിപോപ്പ് മേടിച്ചു കൊടുത്തില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് പറയണത്. ഞാൻ കോലുമിഠായി മേടിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് രാവിലെ തന്നെ എണീച്ചപ്പോൾ തന്നെ എനിക്ക് കോലുമിഠായി വേണമെന്നും പറഞ്ഞിട്ടാണ് ആൾ എണീച്ച് വന്നത്. അപ്പോൾ നാസ്തയൊക്കെ തിന്നതിന് ശേഷം ഒരു കഷ്ണം മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് മോദയാണ് കേട്ടോ, മോദമീൻ. ഞാൻ ആദ്യമായിട്ടൊക്കെ കാണണതുമാണ് കേൾക്കണതുമാണ് കേട്ടോ ഈ മീനിൻ്റെ പേരൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും ഉമ്മച്ചി പറഞ്ഞു ഒരു ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ കണ്ട വേറൊരു കളർ ഇട്ടാൽ നമ്മൾ ബിരിയാണിയിൽ ഇട്ടതിനപ്പോൾ മുള്ളൊക്കെ എന്താ പ്ലാസ്റ്റിക് പോലെ നമുക്ക് തോന്നി. അതിൻ്റെ മുള്ളൊരു പ്രത്യേക കളറ്. അപ്പോൾ അതിൻ്റെ മസാല തേക്കണം കേട്ടോ, പൊരിച്ചിട്ടുള്ള നമ്മൾ ബിരിയാണി വെക്കണത്. അപ്പോൾ അതിൻ്റെ മസാല തേക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി, നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് സുറുക്കയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് വെക്കണേണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലെ മസാല പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്കൊക്കെ പൊരിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ആ മീൻ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കാണണതുമാണ് തിന്നണതുമാണ് മോദ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ മുളക് പൊടിയൊക്കെ ഇടണേണ്. അപ്പോൾ ഇതേ മസാലയൊക്കെ കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ മസാല കുഴക്കണത് ഉമ്മച്ചിയാണ് കേട്ടോ. കാരണം എനിക്കില്ല ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടിക്കാൻ എനിക്ക് മസാല കുഴക്കാൻ ഭയങ്കര മടിയാണ്, കൈ പോച്ചലെടുക്കണം എന്ന് പറയും. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ കുഴച്ചിട്ട് അത് മാറ്റി വെക്കണേണ്. ഇനി ഞാൻ അത് അരി എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കണേണ്. നമ്മൾ അരമണിക്കൂർ എന്തായാലും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അരി ഇങ്ങനെ കുതിർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണിയൊക്കെ ഇങ്ങനെ കുതിർത്ത് കഴിഞ്ഞ് വെക്കുമ്പോൾ. അപ്പോൾ ജീരകശാലയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് ഇവിടെ. അതാണ് കുഞ്ഞി അരി. അപ്പോൾ അരമണിക്കൂറിലധികം കൂടുതലൊന്നും നിങ്ങളിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ പൊട്ടി വരും ബിരിയാണിയിൽ. അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കണേണ്. ഇനിയിപ്പോൾ ഞാൻ അത് ചീനച്ചട്ടി വെച്ചിട്ട് നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടി വെക്കണുണ്ട്. അപ്പോൾ മീൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കണേണ്. അപ്പോൾ ഓരോന്ന് ഞാൻ വെക്കണേണ്. അപ്പോൾ ഓയിലാണ് കേട്ടോ പൊരിക്കണത്, വെളിച്ചെണ്ണയിലല്ല ഓയിലാണ് പൊരിക്കണത്. അപ്പോൾ ഇതിൻ്റെ മീനൊക്കെ ഒരു സൈഡ് പൊരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത സൈഡും കൂടെ ഞാൻ മറിച്ചിടണേണ് കേട്ടോ. അപ്പോൾ എൻ്റെ അബദ്ധം പറ്റി ഞാൻ അതിൻ്റെ അടിയിൽ വേപ്പിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ മീൻ അടിയിൽ ഒട്ടിപ്പിടിച്ച്, നമ്മളെപ്പോഴും മീൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ വേപ്പിലിടണം. വേപ്പിലിട്ടെങ്കിൽ നമ്മൾ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഞാനത് വിട്ടുപോയി, അതാണ് കേട്ടോ എൻ്റെ മീൻ വരാൻ ഭയങ്കര താമസമായിരുന്നു. ഇനി നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട്, അത് വെജിറ്റബിൾ നെയ്യാണ് കേട്ടോ, RKG അല്ല, അത് വെജിറ്റബിൾ നെയ്യ് ഒഴിച്ചിട്ട് അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യണത്. മറ്റേത് ഞാൻ അരി ഊറ്റിയാണ് ചെയ്യണത്. ഇപ്പോൾ അരി ഊറ്റണില്ല, അതിൽ തന്നെ കിടന്നിട്ട് വെള്ളമൊഴിച്ച് അതിൽ തന്നെ വെന്തിട്ടാണ് ബിരിയാണി വെക്കണത്. അപ്പോൾ അരി ഒന്ന് ആദ്യം വറുത്തെടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ അരി ഒന്ന് പൊട്ടും, ആ രീതിയിൽ വരെ നമുക്കൊന്ന് ഇതിനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മീനൊക്കെ അത് അവിടെ മൊരിഞ്ഞ് വന്നിട്ട് ഓരോന്ന് പൊരിച്ച് അടുത്തത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് വറുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ വേറെ തിളച്ച വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ കുഴച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്യിൽ. അപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചോറിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ് എല്ലാം നമ്മുടെ സ്പൈസസ് എല്ലാം ഇടണേണ്. ഇനി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കതൊന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അരി ഊറ്റണല്ല, ഞാൻ അതിൽ കിടന്ന് തന്നെ എൻ്റെ ചോറിങ്ങനെ വേകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് അതിനൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ഇതേ കുറച്ചൊക്കെ കഴിഞ്ഞ് എൻ്റെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഇട്ട് ഇതാക്കണ്ടല്ലോ, ഇനി നമ്മൾ ദമ്മിലിടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം അങ്ങനെ വെന്ത് പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും വെന്ത് പോയെന്ന്, അധികം ഒന്നും വെന്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ അവിടെ മൂടിയൊക്കെ വെച്ച് ഇനി ഞാനത് മിക്സാക്കി കൊടുത്തിട്ടൊന്ന് മൂടിയൊക്കെ ഇടും. നമുക്കിനി ഇതിൻ്റെ മീനിൻ്റെ മസാല റെഡിയാക്കണം. അപ്പോൾ മോദയുടെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ കിറ്റി. അപ്പോൾ നമുക്കൊന്ന് മസാല റെഡിയാക്കാം. അപ്പോൾ അത് ഇവിടെ മീൻ പൊരിച്ച ഓയിലിൽ തന്നെയാണ് കേട്ടോ. ആ ഓയിലിൽ ഞാൻ സവാള വഴറ്റണേണ്. അപ്പോൾ അധികം സവാള ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെ ഇഷ്ടമല്ല ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ അധികം മസാല. ഞാൻ കുറച്ച് സവാളയൊക്കെ അതിൻ്റെ അകത്ത് ഇടുള്ളൂ. ഞാൻ അധികം മസാല ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ സവാളയൊക്കെ വഴറ്റി ഇനി അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചതച്ചതിടണം. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി കുറച്ചെടുത്തിട്ടുള്ളൂ. സവാള കൂടുതൽ, ബിരിയാണിക്ക് നമ്മൾ കൂടുതലും സവാള ഇടണം, ഉള്ളി കുറക്കും. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ചതച്ചതും ഇനി അതൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണം പോയി വന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ തക്കാളി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ഒരെണ്ണം എടുത്തതെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്തേക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഇനി അധികം പുളിയാവണ്ടല്ലോ വിചാരിച്ച്. അപ്പോൾ തക്കാളി ഞാനവിടെ മിക്സിയിൽ ഇങ്ങനെ അടിച്ച് വെച്ചേക്കണേണ്. ഞാനിങ്ങനെ തക്കാളി അരിഞ്ഞിടൂല, ഞാനിങ്ങനെ മിക്സിയിൽ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാണ് തക്കാളി ഇടുള്ളൂ. അപ്പോൾ അതിന് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റാണോ നോക്കിയിട്ട് ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കണം. ഇവിടെ തക്കാളി നല്ല രീതിയിൽ ഇങ്ങനെ ആ ചാറിങ്ങനെ വറ്റി വരണം. എന്നിട്ട് അതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ആദ്യം മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കണേണ്. അപ്പം മുളക് പൊടിയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ഇടൂല. ഇടണവരുണ്ടാവും, പക്ഷെ ഞാൻ ഇടൂല കേട്ടോ. ഇങ്ങനെ മല്ലിപ്പൊടിയൊന്നും ബിരിയാണിയിൽ, ചിലവർ ഇങ്ങനെ ബിരിയാണിയിലൊക്കെ മല്ലിപ്പൊടി ഇടണം. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതേ ഉള്ളൂ മസാലപ്പൊടി. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം പോയിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചോറിട്ടിട്ട് നമുക്ക് ദമ്മിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. പെട്ടെന്നാണ് മീൻ ബിരിയാണിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണുള്ളൂ. ഞാൻ കുറച്ച് ഒഴിക്കണുള്ളൂ, കാരണം തക്കാളി കൂടി ഉണ്ടാകുമ്പോൾ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ തക്കാളി അല്ല കേട്ടോ, തൈര് ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കണേണ്. അപ്പോൾ ഇനി ബാക്കി ഇലകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വേപ്പില, മല്ലിയില, പുതിനയില ഞാൻ അങ്ങനെ അധികം ഇട്ട് കൊടുക്കൂല. എനിക്ക് മല്ലിയിലാണ് ഭയങ്കര ഇഷ്ടം. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മസാലയൊക്കെ ആയിക്കതിന് ശേഷം ഞാനൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മീൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീനിൻ്റെ ഞാൻ ഓരോന്ന് ഇങ്ങനെ വെച്ചെടുക്കണേണ്. മീൻ ചിലപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടൂല കേട്ടോ. ബിരിയാണി കായുമ്പോൾ നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞും പോകും മീൻ. അത് എപ്പം ഇത് മീൻ വെച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകാനാണ് സാധ്യത. അപ്പോൾ കണ്ടില്ല, ഞാൻ ഓരോ മീൻ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മസാല ഇങ്ങനെ വെക്കണേണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോറിടാമല്ലോ. അപ്പോൾ കണ്ട മസാലയൊക്കെ ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ചോറ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ ദമ്മിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദമ്മിൽ ഇവിടെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഒന്ന് ഒതുക്കിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മറ്റേ സവാള, കശുവണ്ടി, മുന്തിരി അതൊന്നും ഇടൂല കേട്ടോ. എനിക്ക് അതൊന്നും ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ ഞാൻ അതൊന്നും ഇടൂല. ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞാനും മിഷലും പെറുക്കിക്കളയലാണ് പതിവ്. വേപ്പില ആയാലും കശുവണ്ടി തിന്നും, മുന്തിരിയും മറ്റേ സവാളയ്ക്ക് ഇങ്ങനെ മാറ്റി എടുക്കലാണ് എൻ്റെയും ഇഷലിൻ്റെയും പണി. അപ്പോൾ ഞാനൊന്ന് അതൊന്നും ഈ പ്രാവശ്യം ഇടണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ നൈസായിട്ട് വെച്ചിട്ട് നെയ്യും അധികം ഒഴിക്കണില്ല കേട്ടോ. എന്നിട്ട് മൂട്ടി വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാകുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദമ്മിൽ ഇട്ട് വെക്കണേണ്. അപ്പോൾ ഇത് ദമ്മിൽ ഇവിടെ ആവുന്നതിന് ശേഷം ഞാനൊന്ന് ഇഷൽ എന്തെടുക്കണമെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇഷൽ നോക്കണ നേരം കൊണ്ട് ഞാൻ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇഷൽ മീൻ ബിരിയാണി കഴിക്കൂല, ഇഷൽ മീൻ തൊടൂല, മീനും ബീഫും തൊടൂല. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായത് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷലിന് ഞാൻ പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇഷൽ കിടന്ന് ഉറങ്ങണേണ് കേട്ടോ. അവൾക്ക് ഇപ്പോൾ ചെറുതായിട്ടൊരു ചൂട് പോലെ തോന്നി, ഒരു പനി പോലെ അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഉറങ്ങിപ്പോയി, നാസ്താക്കി കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. ഇനി ഇതേപോലത്തെ ചിക്കന് വേണ്ടിയിട്ട് ഞാൻ മസാല കൂട്ടി വെക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി, മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഞാൻ മിക്സി തന്നെ ജാറിലിട്ടിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ എല്ലാം ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ അടിക്കണത്. അപ്പോൾ സുർക്കയൊക്കെ ഒഴിച്ച് എല്ലാം അതിൽ തന്നെയാണ്. അപ്പോൾ ഇത് ചോറൊക്കെ ഇവിടെ ദമ്മിലായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചോറ് ഞാൻ എടുക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ വാപ്പാക്ക് വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ വാപ്പാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോണേണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ മാറ്റി അടിയിൽ നിന്ന് മസാല എടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് ചോറ് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട്
മാറ്റി മാറ്റി ഇടണേ. ഇതിപ്പോൾ ഒരു ബിരിയാണി അങ്ങനെ ആയിട്ടില്ല കേട്ടോ, കാരണം നമ്മുടെ കശുവണ്ടി മുന്തിരി എല്ലാ ടൈമിലും ഒരു ബിരിയാണി ആവുള്ളൂ. ഇതൊരു തട്ടിക്കുട്ടി ബിരിയാണി പോലെ ആയി. മോദ ബിരിയാണി, മോദിനെ വായി വരുള്ളൂ, മോദ ബിരിയാണി. അപ്പോൾ ഇത് ഇവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷന് ഞാൻ ഗുളിയൊക്കെ കൊടുത്തായിരുന്നു, ഡോളോ കൊടുത്തായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു, അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിക്കനിലെ മസാലയൊക്കെ പുരട്ടി ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതേ പപ്പടം കൂടെ പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ പപ്പടം എന്തോ കൊള്ളില്ലാത്ത പോലെ, അതുണ്ടല്ലേ പൊരിച്ചപ്പോൾ തന്നെ വേറൊരു കളറായിട്ട് വന്ന്. അത് പപ്പടം പിടിച്ചു നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് എന്തോ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു പപ്പടത്തിന്. അപ്പോൾ പപ്പടം പൊരിച്ചപ്പോൾ തന്നെ കളർ തന്നെ ഉണ്ടോ. ഞാൻ തീ കുറച്ചാണ് ഇട്ടേക്കണത്, പക്ഷേ കളർ പെട്ടെന്ന് തന്നെ മാറണം. അപ്പോൾ എന്തായാലും പപ്പടം പൊരിച്ചിട്ടുണ്ട്, ആ ഓയിലിൽ തന്നെ ചിക്കനും പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഓരോന്ന് ഞാനിങ്ങനെ പൊരിച്ച് എടുക്കണേണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോണേണ്ട്. കണ്ടല്ലേ നമ്മുടെ മോദ ബിരിയാണി, ചോറും മോദയും പപ്പടവും ഒക്കെ എടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ്ട. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇശല തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഇശലും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിക്കൻ കൂട്ടിയിട്ടാണല്ലോ കഴിക്കണത്. ഇശലിന് മറ്റേ മീൻ ഇഷ്ടമല്ല. ഞാൻ എന്തോരം പറഞ്ഞു ഒരു ചെറിയൊരു കഷ്ണം തിന്നോക്കുന്നു, പക്ഷെ അവൾക്ക് വേണ്ടാതെ തന്നെ പറഞ്ഞു. അപ്പോൾ ആളവിടെ ഇരുന്ന് കഴിക്കലാണ് ചിക്കനും കൂട്ടിയൊക്കെ.